ഇന്ന് നമ്മൾ നോക്കുന്നത് CBSE 8ാം ക്ലാസ്സിലെ ഹിന്ദി ടെക്സ്റ്റ് ബുക്കായ ദുർവ ടെക്സ്റ്റ് ബുക്കിലെ 10ാമത്തെ പാഠം ദസ്വാം പാഠ്, അതിൻ്റെ 3ാമത്തെ പാർട്ടാണ്. ഈ പാഠത്തിൻ്റെ പേര് ബസ് കി സൈർ എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് 2 പാർട്ടുകൾ കണ്ടിട്ടില്ലെങ്കിൽ അത് ആദ്യം കാണാം. बस चली जा रही थी, कभी खुले मैदान में से, कभी किसी गांव को पीछे छोड़ते हुए और कभी किसी ढाबे को. അപ്പോൾ ബസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ചില ഗ്രാമങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്, ചിലപ്പോൾ ചില മൈതാനങ്ങളെ അതിലൂടെ കടന്നു പോകുന്നുണ്ട്. അതുപോലെ തന്നെ പലതിനെയും പിന്നിലോട്ട് തള്ളിക്കൊണ്ട് പിന്നിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ബസ്. ചിലപ്പോൾ ചില ഢാബ എന്ന് പറഞ്ഞാൽ ഹോട്ടലുകളെയൊക്കെ കടന്നുകൊണ്ട് അങ്ങനെ പോവുകയാണ്. കബി യഹ് ലഗ്താ ഹൈ कि वह सामने से आ रही किसी दूसरी गाड़ी को निगल जाएगी या किसी पैदल यात्री को. ചിലപ്പോൾ തോന്നും മുമ്പിൽ നിന്ന് വരുന്ന വേറൊരു വണ്ടീനെയോ അല്ലെങ്കിൽ മുമ്പിലൂടെ വരുന്ന ഏതെങ്കിലും ആൾക്കാരെയോ ഒക്കെ വിഴുങ്ങുമെന്ന് തോന്നുന്നു. അങ്ങനെയാണ് ഈ ബസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലേക്കിൻ യഹ് ക്യാ, ये तो उन सबको दूर पीछे छोड़ती हुई बड़ी सावधानी सफाई से ആകെ നിക്കൽ ഗയി. അപ്പോൾ പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ബസ് വളരെ നല്ല രീതിയിൽ മറ്റുള്ള സാധനങ്ങളെല്ലാം മുമ്പിൽ നിന്ന് വരുന്ന വണ്ടികളെയും വൃക്ഷങ്ങളെയും ആൾക്കാരെയും എല്ലാം പുറകിലാക്കി ഈ ബസ് മുന്നിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ നന്നായിട്ട് മുന്നിലോട്ട് പോകുന്നു. പേട് ദൗड़ते हुए उसकी ओर आते दिखाई दे रहे थे. ഈ വൃക്ഷങ്ങളെല്ലാം വണ്ടി മുന്നിലോട്ട് പോകുമ്പോൾ വൃക്ഷങ്ങളെല്ലാം വണ്ടിക്കടുത്തോട്ട് ഓടി വരുന്നത് പോലെ തോന്നും. लेकिन बस रुकने पर वे स्थिर हो जाते और चुपचाप बेबस से खड़े रहते. പക്ഷെ വണ്ടി നിൽക്കുമ്പോൾ ആ മരങ്ങളെല്ലാം നിൽക്കുന്നു, ഒരു സ്ഥലത്ത് തന്നെ ഒന്നും മിണ്ടാതെ നിൽക്കുന്നു. അതും കാണാൻ പറ്റി. അച്ചാനക് ഖുഷിക്ക് മാറേ വല്ലി താലിയാ പീറ്റനെ ലഗി. അപ്പോൾ പെട്ടെന്ന് തന്നെ വല്ലിക്ക് ഒരുപാട് സന്തോഷത്തിൽ വല്ലി കൈകൊട്ടുകയാണ്. ഗായ്ക്ക് ഏക് ബച്ചിയ അപ്നി ധൂം ഊപ്പർ ഉഠായേ सड़क के बीचों बीच बस के ठीक सामने दौड़ रही थी. എന്തിനാണ് ഈ വല്ലിക്ക് സന്തോഷം വന്നത്? എന്തിനാണ് കൈകൊട്ടിയത്? നോക്കുമ്പോൾ ഒരു പശുക്കുട്ടി വാലും പൊക്കിക്കൊണ്ട് റോഡിലൂടെ ഓടുകയാണ്. റോഡിൻ്റെ നടുക്കിലൂടെ ഓടുകയാണ്. ഈ ബസ്സിൻ്റെ ജസ്റ്റ് ഫ്രണ്ടിലായിട്ട് ഓടുകയാണ്. ഡ്രൈവർ ജിतनी जोर से भोंपू बजाता उतना ही ज़्यादा വഹ ഡർ കർ ബേതഹാശ ഭാഗ്നെ ലഗ്തി. അപ്പോൾ ഡ്രൈവർ എത്രത്തോളം ഹോണടിച്ചോ അത്രയും പേടിച്ചിട്ട് ഈ പശുക്കുട്ടി മുന്നിലോട്ട് ഓടുകയാണ്. വല്ലിക്കു ഈ ദൃശ്യം ബഹുത് ഹി മജേദാർ ലഗ. വല്ലിക്ക് ഈ ദൃശ്യം വളരെയധികം ഇഷ്ടപ്പെട്ടു. വഹ് ഇത്ന ഹസി കി ഉസ്കി ആँखों में से आंसू आ गया. അപ്പോൾ ഒരുപാട് ചിരിച്ചു ഈ വല്ലി. ഈ ദൃശ്യം കണ്ടിട്ട് ചിരിച്ച് അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരുന്ന പോലെ ചിരിച്ചു അവൾ. ബസ് ബേഗം സാഹിബ, കണ്ടക്ടറിനെ കഹ, കുച്ച് ഹസി കൽ കെ ലിയെ രഹനെ ദോ. അപ്പം കണ്ടക്ടർ പറഞ്ഞു, ബസ് മതി, കുറച്ച് ചിരി നാളത്തേക്ക് വേണ്ടി ബാക്കി വയ്ക്കൂ. ആഖിർ ബച്ചിയ ഏക് ഓർ നിക്കൽ ഗേ और फिर बस रेल के फाटक तक जा पहुंची. അങ്ങനെ അവസാനം ആ പശുക്കുട്ടി ഒരു സൈഡിലോട്ട് മാറി. അങ്ങനെ ബസ് ഒരു തീവണ്ടിയുടെ ഫാട്ടക് എന്ന് പറഞ്ഞാൽ റെയിൽവേ ഗേറ്റ്, ആ ഗേറ്റിലെത്തി. दूर से रेलगाड़ी एक बिंदु के समान लग रही थी. ദൂരെ നിന്ന് തീവണ്ടി വരുന്നുണ്ട്. ഒരു ബിന്ദു എന്ന് പറഞ്ഞാൽ ഒരു ഡോട്ട് പോലെ ദൂരെ കാണാം തീവണ്ടി. പാസ് ആനെ പർ വഹ് ബഡി ഓർ ബഡി ഹോത്തി ചലി ഗയി.
എത്രത്തോളം അടുത്ത് വരുന്നോ തീവണ്ടിയുടെ സൈസ് വലുതായി കാണാൻ തുടങ്ങി. जब वह फाटक के पास से धड़धड़ाती धनधनाती हुई निकली तो बस हिलने लगी. അപ്പോൾ ആ തീവണ്ടി ആ ബസ്സിൻ്റെ അടുത്തൂടെ കടന്ന് റെയിൽവേ ഗേറ്റ് കടന്നു പോയപ്പോൾ അതിൻ്റെ പ്രകമ്പനങ്ങൾ കൊണ്ട് വൈബ്രേഷൻസ് കൊണ്ട് ബസ് വരെ ഒന്ന് ചെറുതായിട്ട് വൈബ്രേറ്റ് ചെയ്തു, കുലുങ്ങി. ഫിർ ബസ് ആകെ ബടി. തീവണ്ടി കടന്നു പോയപ്പോൾ ബസ് മുന്നോട്ട് പോയി. और रेलवे स्टेशन तक जा पहुंची. रेलवे स्टेशन അവിടെ എത്തി. वहाँ से वह भीड़ भड़ाके वाली एक सड़क से गुजरी. അപ്പോൾ അവിടെ നിന്ന് നല്ല തിരക്കുള്ള ഒരു വഴിയിലൂടെ, ഒരു റോഡിലൂടെ മുന്നോട്ട് പോയി. ജഹാ ദോനോ ഓർ ദുക്കാനേ കി കതാരേ ഥി. രണ്ട് സൈഡിലും എന്താണ്, ഷോപ്പുകളാണ്, കടകളിങ്ങനെ ലൈനായിട്ട് കടകളുണ്ട്. ഫിർ മുടുക്കർ വഹ് ഏക് ഓർ ബഡി സടക് പർ പहुंची. അങ്ങനെ തിരിഞ്ഞ് വേറൊരു വലിയ റോഡിലെത്തി. ഇതനി ബഡി ബഡി സജി ഹുയി ദുക്കാനെ ഉന്മേ ഏക് സെ ഏക് ബഡ്കർ ചംകീലെ കപ്പടെ ഓർ ദൂസരി ചീസെ. വലിയ വലിയ ഷോപ്പുകളും അതുപോലെ തന്നെ വളരെ അലങ്കാരങ്ങളൊക്കെ വെച്ചിട്ട് അലങ്കരിച്ച് വെച്ചിരിക്കുന്ന ഷോപ്പുകൾ കണ്ടു. നല്ല വൃത്തിയുള്ള തിളങ്ങുന്ന ഡ്രസ്സുകളുള്ള ഷോപ്പുകൾ കണ്ടു. അതുപോലെ തന്നെ മറ്റ് സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്ന വലിയ വലിയ ഷോപ്പുകൾ അവിടെ കണ്ടു. ഭീഡ് കി റേലം പേൽ വല്ലി ഹെറാൻ ബേചौकी सी हर चीज़ को आके फाड़ देख रही थी. അപ്പോൾ വല്ലി എന്താ ചെയ്യുന്നത്, ഇതെല്ലാം കണ്ണുകൾ വളരെ തുറന്നു പിടിച്ചുകൊണ്ട് കാണുകയാണ് ആശ്ചര്യത്തോടെ. ബസ് റുഖി ഓർ സഭി യാത്രി ഉത്തർ ഗേ. ബസ് നിന്നു, എല്ലാ യാത്രക്കാരും പുറത്തിറങ്ങി. യേ ബേഗം സാഹിബ ആപ് നഹീ ഉത്തരേഗി ക്യാ, 30 पैसे की टिकट ഖത്തം ഹോ ഗയേ. കണ്ടക്ടറിനെ കണ്ടക്ടർ പറഞ്ഞു ഈ വല്ലിയോട്, നീ ഇറങ്ങുന്നില്ലേ, നിൻ്റെ 30 പൈസയുടെ ടിക്കറ്റ് ഇവിടെ അവസാനിക്കുകയാണ്, നീ ഇറങ്ങുന്നില്ലേ എന്ന് ചോദിച്ചു. मैं इसी बस से वापस जा रही हूँ. उसने अपनी जेब से 30 पैसे और निकाल कर रेजगारी को दे दिया. അപ്പോൾ ഞാൻ ഈ വണ്ടിയിൽ തന്നെ തിരിച്ചു പോവാനാണ്. അവളുടെ പോക്കറ്റിൽ നിന്ന് 30 പൈസ എടുത്തിട്ട് നമ്മുടെ കണ്ടക്ടർക്കു ദേത്തെ ഹുയെ കഹ. കണ്ടക്ടർ കൊടുത്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. ക്യാ ബാത് ഹെ. അപ്പോൾ കണ്ടക്ടർ ചോദിച്ചു, എന്ത് പറ്റി? കുച്ച് നഹി മേരെ പാസ് മേരാ ബസ് മേ ചढ़ने को जी चाहा ബസ്. എനിക്ക് ബസ്സിൽ കയറണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ബസ്സിൽ കയറിയത്. മാർക്കറ്റിൽ കറങ്ങാനൊന്നും അല്ല വന്നത്, ബസ്സിൽ കയറണം. അപ്പോൾ ബസ്സിൽ കയറി. തും ഷെഹർ ദേഖ്നാ നഹി ചാഹോഗെ. നീ പട്ടണം കാണാൻ ആഗ്രഹിക്കുന്നില്ലേ? പട്ടണം കാണുന്ന ആഗ്രഹമില്ല നിനക്ക്? അക്കേലി നാ ബാബാ നാ, മുझे ഡർ ലഗ്താ ഹെ. ഒറ്റയ്ക്കോ? അപ്പോൾ വല്ലി ചോദിക്കുകയാണ്, ഒറ്റയ്ക്കോ? ഇല്ല, ഒറ്റയ്ക്ക് എനിക്ക് പേടിയാണ് പട്ടണത്തിൽ പോകാനായിട്ട്. ഉസ്നെ കഹ. ഉസ്കെ ഹാവ് ഭാവ് പർ കണ്ടക്ടർ കോ ബടാ മജ ആ രഹാ ഥാ. അവളുടെ ഈ ആംഗ്യവും അവളുടെ ആ ശരീരഭാഷയൊക്കെ കണ്ടക്ടർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ലേക്കിൻ തുമേ ബസ് മേ ആത്തെ ഹുയെ ഡർ നഹീ ലഗാ, ഉസ്നെ പൂച്ച. കണ്ടക്ടർ ചോദിച്ചു, നിനക്ക് ബസ്സിൽ വരാൻ പേടിയുണ്ടായിരുന്നില്ലേ? ഇസ്മേ ഡർ കി ക്യാ ബാത് ഹെ, വല്ലീനെ ജവാബ് ദിയ. ഇതിൽ പേടിക്കാൻ എന്താ ബസ്സിൽ വരാനായിട്ട്? അച്ഛാ തോ ഉത്തർ കർ ഉസ് ജൽപാൻ ഗൃഹ മേ ഹോ ആओ, കോഫി പീ ലോ, ഇസ്മേ ഡർ കി ക്യാ ബാത് ഹെ. അപ്പോൾ കണ്ടക്ടർ പറഞ്ഞു, നീ ജൽപാൻ ഗൃഹം എന്ന് പറഞ്ഞാൽ ഈ ഹോട്ടലല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് അവിടെ പോയിട്ട് കാപ്പി കുടിക്കൂ. ഇസ്മേ ഡർ കി ക്യാ ബാത് ഹെ, ഇതിലെന്തിനാണ് എനിക്ക് പേടിക്കേണ്ടത്? ഹോ മേ നഹി പിയൂങ്കി. അപ്പോൾ വല്ലി പറഞ്ഞു, എനിക്ക് കാപ്പി കുടിക്കണ്ട. അച്ഛാ തോ ക്യാ തുമാരെ ലിയെ കുച്ച് പക്കോടെ യാ ചബോന ലാവും, നിനക്ക് കഴിക്കാനായിട്ട് എന്തെങ്കിലും കൊണ്ടുവരട്ടെ, അല്ലെങ്കിൽ നിനക്ക് പക്കോട എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരട്ടെ
എന്ന് കണ്ടക്ടർ ചോദിച്ചു. നഹി മേരെ പാസ് ഇൻകെ ലിയെ പൈസ നഹി ഹൈ, മുझे ബസ് ഏക് ടിക്കറ്റ് ദേ ദോ. അപ്പോൾ എൻ്റെ അടുത്ത് അതിനുള്ള പൈസയൊന്നുമില്ല, എനിക്കൊരു ടിക്കറ്റ് കൂടി തായോ, അത് മാത്രം മതി എനിക്ക്. ജൽപാൻ കെ ലിയെ തുമേ പൈസ കി ജറൂരത്ത് നഹി, പൈസ മേ ദൂങ്ക. എനിക്ക് അതിന് ഭക്ഷണം കഴിക്കാനായിട്ട് എനിക്ക് പൈസയുടെ ആവശ്യമില്ല, ഞാൻ പൈസ തന്നോളാം. മേനെ കഹ ദിയാന നഹി, ഉസ്നെ ദൃഢതാപൂർവക കഹ. വളരെ ദൃഢമായിട്ട് ആ കൊച്ചു പറഞ്ഞു, ഞാൻ പറഞ്ഞില്ല എനിക്ക് വേണ്ട എന്ന്. നിയത് സമയ പർ ബസ് ഫിർ ചൽ പടി. അപ്പോൾ ശരിക്കും സമയമായപ്പോൾ ബസ് പിന്നെയും തിരിച്ച് ഓടാൻ തുടങ്ങി. ലौटती बार भी कई ഖാസ് ചീസ് നഹി തി. കോയി ഖാസ് ചീസ്, അങ്ങനെ മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കണ്ടില്ല തിരിച്ചു വരുമ്പോൾ. ഏക് ബാർ ഫിർ വഹി ദൃശ്യ. മുമ്പ് പോയപ്പോൾ കണ്ട ദൃശ്യങ്ങൾ തന്നെയാണ് ഇനിയും കാണാനുള്ളത്. ലേക്കിൻ വഹ ജറാ ഭി നഹി ഊബി. ഹർ ദൃശ്യ കോ ഉസെ പെഹലെ ജൈസ മസ ആ രഹാ താ. അവൾക്ക് വിഷമമൊന്നും തോന്നിയില്ല, മുമ്പ് കണ്ട ആ ദൃശ്യങ്ങളെ തന്നെ പിന്നെയും കാണുകയാണ്. അത്രത്തോളം അവൾ ആഹ്ലാദത്തോടെ സന്തോഷത്തോടെയാണ് അതെല്ലാം കാണുന്നത്. ലേക്കിൻ അച്ചാനക് പെട്ടെന്ന് എന്ത് സംഭവിച്ചു? ഓ ദേഖ് വഹ ബച്ചിയ സടക് പർ മരി പടി ഥി, കിസി ഗാഡി കെ നീച്ചെ ആ ഗയി ഥി. ആ മുമ്പ് കണ്ട ആ പശുക്കുട്ടി അവിടെ മരിച്ചു കിടക്കുന്നു, ചത്ത് കിടക്കുന്നു. ഏതോ വണ്ടി അതിൻ്റെ മുകളിലൂടെ കയറിയിരിക്കുന്നു, വണ്ടി ഇടിച്ച് മരിച്ചു കിടക്കുകയാണ്. ഓ കുച്ച് ക്ഷൺ പെഹലെ ജോ ഏക് പ്യാര സുന്ദർ ജീവ് ഥ. കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് ഒരു നല്ലൊരു വളരെ ഭംഗിയുള്ള ഒരു പശുക്കുട്ടിയായിരുന്നു. അബ് അച്ചാനക് അപ്നി സുന്ദർത്ത ഓർ സജീവ്ത ഖോ രഹാ ഥ. അപ്പോൾ പെട്ടെന്ന് തന്നെ മരിച്ചു പോയപ്പോൾ അതിൽ സൗന്ദര്യവും പോയി, അതുപോലെ തന്നെ ജീവനും പോയി. ജബ് അബ് വഹ് കിത്തന ഡറാവന ലഗ് രഹാ ഥ. എത്ര പേടിപ്പിക്കുന്നു ഇപ്പോൾ കാണുമ്പോൾ, പേടി തോന്നുന്നു അതിനെ കാണാൻ. ഫലി ഹുയി ടാങ്കെ, അതായത് നീർത്തി വെച്ച അതിൻ്റെ കാലുകളും കണ്ണുകളും, തുറിച്ച കണ്ണുകളും, അതുപോലെ തന്നെ ഖൂൻ സെ ലത്പത്ത്, ഫുള്ള് ബ്ലഡാണ്. ഓ കിത്തന ദുഃഖ് കി ബാത്, വളരെ ദുഃഖം തോന്നുന്നു. യെ വഹി ബച്ചിയാ ഹെ ന ജോ ബസ് കെ ആകെ ആകെ ഭാഗ് രഹി थी जब हम आ रहे थे. വല്ലിനെ കണ്ടക്ടർ സെ പൂച്ച. വല്ലി കണ്ടക്ടറോട് ചോദിച്ചു, ഇത് ആ പശുക്കുട്ടി തന്നെയല്ലേ നമ്മുടെ ബസ്സിൻ്റെ മുമ്പിൽ ഓടിയ, നമ്മൾ വരുന്ന സമയത്ത് ബസ്സിൻ്റെ മുമ്പിൽ ഓടിയ ആ പശുക്കുട്ടിയല്ലേ? കണ്ടക്ടറിനെ സിർ ഹിലായ, തലയാട്ടി കണ്ടക്ടർ. ബസ് ചലി ജാ രഹി थी, ബസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബച്ചിയ കാ ഖ്യാൽ ഉസെ സതാ രഹാ ഥ. ആ പശുക്കുട്ടിയുടെ ഓർമ്മകൾ അവളെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. ഉസ്കാ ഉത്സാഹ് ഡീലാ പട് ഗയാ ഥ. ആ പശുക്കുട്ടിയെ മരിച്ചു കിടക്കുന്നത് കണ്ടപ്പോൾ വല്ലിയുടെ ഉത്സാഹമൊക്കെ പോയി. അബ് ഖിड़की से बाहर झाँककर और दृश्य देखने की उसकी इच्छा नहीं रही थी. അപ്പോൾ അവൾക്ക് ഇപ്പോൾ ബസ്സിൻ്റെ പുറത്തു നോക്കി ദൃശ്യങ്ങൾ കാണാനുള്ള ആഗ്രഹമെല്ലാം ഇപ്പോൾ ഇല്ല, അവൾക്ക് തോന്നുന്നില്ല. അപ്പനി സീറ്റ് പർ ജമ്മി ബാഠി രഹി. അവളുടെ സീറ്റിൽ മിണ്ടാതിരുന്നു. ബസ് 3:40 पर उसके गाँव पहुंची. 3 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആയപ്പോൾ ബസ് അവളുടെ ഗ്രാമത്തിലെത്തി. വല്ലി ഖടി ഹുയി, വല്ലി എണീറ്റു. ഉസ്നെ ജമായി ലേക്കർ കമർ സീധി കി. ജമായി എന്ന് പറഞ്ഞാൽ കോട്ടുവായ വിട്ട് ഒന്ന് നിവർന്നു. और कंडक्टर को विदा कहते हुए बोली, अच्छा फिर मिलेंगे जनाब. അപ്പോൾ കണ്ടക്ടറോട് യാത്ര പറഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇനി നമുക്ക് വീണ്ടും കാണാം എന്ന് പറഞ്ഞ് യാത്രയായി ബസ്സിൽ നിന്നിറങ്ങി. വല്ലി കാനൻ എഴുതിയ, അതുപോലെ തന്നെ അതിനെ തർജ്ജമ ഇരിക്കുന്നത് ബാലഗ്രാം നാഗറാണ്. അപ്പോൾ ഇവിടെ അവസാനിക്കുകയാണ് ഈ ബസ് കി സൈർ എന്ന ഈ പാഠം. കഥ എല്ലാവർക്കും മനസ്സിലായി കാണും, ഇഷ്ടപ്പെട്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.